ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. 8ാം ദിവസമാണ്. നമ്മളങ്ങനെ മനാങ്ങിനോട് ബൈ പറയുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമാണിത്. ഞാൻ സ്റ്റേ ചെയ്ത റൂമാണ് മുകളിൽ, താഴെ കിച്ചൺ. നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓൾ സെറ്റ് ടു ഗോ. 8ാമത്തെ ദിവസം. ഇനി എനിക്കിന്ന് പോകേണ്ടത് തിരിച്ചു ബേസ് ക്യാമ്പിലേക്കാണ്. വഴി 2ആയിട്ട് തിരിയുന്നുണ്ട് കേട്ടോ. വിൻ്റർ ക്ലോത്തിങ് എല്ലാം സെറ്റ് ചെയ്യാൻ സമയം, കാരണം ബാക്കി കംപ്ലീറ്റ് മഞ്ഞ് വീണ് തുടങ്ങി. ഇതാണ് തിരിച്ചു ബേസ് ക്യാമ്പ് കേട്ടോ. സോ 9ാമത്തെ ദിവസം തിരിച്ചു ബേസ് ക്യാമ്പിലാണുള്ളത്. രാവിലെ തന്നെ നീറ്റ് റെഡിയായി ലേക്കിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇതേ നോക്കാം. വെളിയിലിറങ്ങി ആദ്യം വെതറൊക്കെ അങ്ങോട്ട് നോക്കണം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഗുഡ് മോർണിംഗ് ടു എവരിവൺ. നല്ല ഇരുട്ടാണ്. തിരിച്ചു ബേസ് ക്യാമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് രാവിലെ. ഫുള്ള് മഞ്ഞാണ്. എൻ്റെ മുന്നിൽ ആരൊക്കെയോ പോയിട്ടുണ്ട്, അവരുടെ ഫുട് പ്രിൻറ്റ്സ് കാണാം. ദ ബ്യൂട്ടിഫുൾ സൺറൈസ് ഇൻ ഹിമാലയാസ്. അപ്പോൾ അതൊക്കെ ഉയർന്നു വരുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുന്നിൽ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്. പതുക്കെ സ്ലോലി ഫുള്ള് മഞ്ഞാണ് കേട്ടോ. കംപ്ലീറ്റ് മഞ്ഞാണ്. മല മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അവിടെ നിന്നാണ് സൺറൈസ്. എനിക്ക് പോകാനുള്ളത് ഇതിലെയാണ്. അവിടെ ദൂരെ കാണാൻ കുറച്ച് ആൾക്കാർ ഗ്രൂപ്പ് പോകുന്നത്. ടൂറിസ്റ്റ്, അത് കുറച്ച് ഫോറിനേഴ്സാണ്. അവരുടെ കൂടെ ഗൈഡും ഉണ്ട്. സ്ലോലി സൂര്യൻ വന്നു മക്കളെ. സൂര്യപ്രകാശം പുറത്തെത്തി തുടങ്ങിയണ്ടേ. നല്ല മഞ്ഞുണ്ട് കേട്ടോ എപ്പോഴും. ഒരുവിധം പതുക്കെ നൈസിന് സ്ലോലി പിടിച്ച് കയറി പോവാണ്. എന്തായാലും സൂര്യപ്രകാശം വന്ന കാര്യമായി. കുറച്ച് കുറവുണ്ടാവും. പക്ഷെ ഇപ്പോഴും മഞ്ഞ് വീഴുന്നുണ്ടോ എൻ്റെ കയ്യിലൊക്കെ കാണാം. ചെറുതായിട്ട് കുറേശ്ശെ വീഴുന്നുണ്ട്. കൂടുതൽ വീഴാതിരുന്നാൽ കൊള്ളാം. സൂര്യൻ വന്നെങ്കിലും കാര്യമൊന്നുമില്ല ഗൈസ്. നല്ല സൂപ്പർ മഞ്ഞും സൂപ്പർ തണുപ്പുമാണ്. എൻ്റെ മുന്നിൽ പോയ ആൾക്കാരുടെ ഫുട് പ്രിൻറ്റ്സ് കാണാം ഇവിടെ. ഗോപ്രോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ അവരാ ഭാഗത്ത് അവിടെ ഉണ്ട്. The view is amazing. അടിപൊളി. In the middle of Himalayas. പകുതി പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു, ഇനിയുണ്ട്. പക്ഷേ ലെറ്റ്സ് സീ. പക്ഷെ അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളി കേട്ടോ. സോ ഡിഫിക്കൾട്ട്. എൻ്റെ അമ്മ ഭയങ്കര കടുപ്പമാണിത്. ഞാൻ കയറി വന്ന അവിടുന്ന് അവരിങ്ങനെ കറങ്ങി ഈ തിട്ട കാണിച്ചേക്കുന്ന ഒരു പാറക്കെട്ട് അവർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ കയറി സിക്സ് ആഗ് അടിച്ചിട്ടാണ് കയറി വന്നേക്കുന്നത്. മേപ്പോട്ടാണ് പോകുള്ളത്. മേളിൽ ടീമുകൾ കയറി പോകുന്നുണ്ട്.
ഇവിടെ ഒന്നും ആരുമില്ല ഗൈസ്, ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതുവഴിയാണ് ഞാൻ വന്നത്. അങ്ങനെ മണിക്കൂറുകളുടെ ഹൈക്കിങ്ങിനൊടുവിൽ നമ്മൾ തിരിച്ചുവിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. തിരിച്ചു 4919 മീറ്റർ ലേക്ക് കാണണ്ടേ. ഇതാണ് തിരിച്ചുവിലേക്ക്. 4919 മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലേക്ക്. ഫീൽസ് സോ ഗുഡ്. ഹിമാലയസ്. അങ്ങനെ തിരിച്ചുവിലേക്ക് എത്തിയാണ് ഗൈസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫുള്ള് ഫ്രോസൺ, ഫുള്ള് ഫ്രീസായിരിക്കുകയാണ്. ഫ്രോസൺ ലേക്ക്. ഇറ്റ് വാസ് ഗുഡ്. അടിപൊളിയായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈക്ക്. നല്ല കാറ്റും ഉണ്ട്, തണുപ്പുമുണ്ട്. സ്പൈസൊക്കെ ലൂസായി. സോ അപ്പോൾ ഇതാണ് തിരിച്ചോ ലേക്ക്. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തോളൂ. ഞാൻ അവിടെ നിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ നിന്നപ്പോഴത്തേക്കും സ്നോ സ്റ്റോം പിടിച്ചു തുടങ്ങി. മഞ്ഞെല്ലാം കൂടെ കാറ്റടിച്ച് പറന്ന് ആകെ സീനായി. ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാം, ഇവിടെ ഫുള്ള് മങ്ങി. അവിടെ കാറ്റടിച്ച് കംപ്ലീറ്റ് മഞ്ഞ് മലയുടെ വെളിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഫുള്ളും മൂടി ആകെ വരണ്ടുപോയി. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുന്നേ അവിടെ ചെന്ന ആൾക്കാർ അന്നേരം തന്നെ ഇറങ്ങിയായിരുന്നു. ഈ സ്റ്റോം അടിക്കുന്ന കണ്ടപ്പോഴേ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡുമാർ അവരെ വിളിച്ചുകൊണ്ട് ഇറങ്ങി. അപ്പോൾ ഞാനവിടെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കയ്യിലുണ്ടാകുന്ന സ്നാക്കൊക്കെ കഴിച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ഇറങ്ങി തിരിച്ചു പോയി. അവർ പോയതിന് ശേഷമാണ് ഈ സ്റ്റോം അടിച്ച് തുടങ്ങിയത്. അത് കണ്ടപ്പോഴത്തേക്ക് ഞാനാകെ വരണ്ടു. അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചിറങ്ങി നടന്നുകൊണ്ടിരിക്കുക. അവിടെ മൊത്തം മൂടലായി, കംപ്ലീറ്റ് മങ്ങി. എത്രയും പെട്ടെന്ന് ബേസ് ക്യാമ്പ് പിടിക്കണം. ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയില്ലെന്ന് തോന്നുന്നു. അത് കാരണം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് താഴെ എത്തണം. മെച്ചപ്പെട്ട കാലാവസ്ഥയും സ്നോ സ്റ്റോമിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമവും ഏകദേശം ഉച്ചയോടെ തന്നെ എന്നെ തിരികെ ബേസ് ക്യാമ്പിലെത്തിച്ചു. റെസ്റ്റോറൻറ്റിൽ മറ്റു ട്രാവലേഴ്സിനൊപ്പം കുറച്ചു നേരം വിശ്രമവും സംസാരവും ഒക്കെയായി അവിടെ ചെലവിട്ടു. നല്ല വിശപ്പുണ്ടായിരുന്നത് കാരണം അന്നേ ദിവസം അവിടുന്ന് തന്നെ ലഞ്ചും കഴിച്ചു. തിരിച്ച് ബേസ് ക്യാമ്പിൽ നിന്ന് ശ്രീകർക്കയ്ക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തിരിച്ച് ബേസ് ക്യാമ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്ന അതേ റൂട്ട് തന്നെയാണ്. ആ റൂട്ട് തന്നെ തിരിച്ചു വരികയാണ്.
അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ വിഷ്വൽസൊക്കെ കാണിച്ചിട്ടുണ്ട് എത്ര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക് എത്താൻ വേണ്ടിയിരുന്നു. വളരെ ജെർക്കി ആയിട്ടുള്ള റോഡാണ്, സ്റ്റീപ്പായിട്ടുള്ള റോഡാണ്. അതേ റോഡിൽ തന്നെയാണ് ഇപ്പോൾ തിരിച്ച് കയറി വന്നത്. അന്ന് ഇറങ്ങിയ ഇറക്കം മൊത്തവും ഇന്ന് തിരിഞ്ഞ് വലിഞ്ഞു പിടിച്ച് കയറേണ്ടി വന്നു. അന്ന് കയറിയ കയറ്റമൊക്കെ ഇന്നിപ്പോൾ തിരിച്ച് ഇറങ്ങേണ്ടിയും വന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഹൈക്ക് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഒരുവിധം ഒരു 3/4 ഭാഗത്തോളം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. കുറച്ചുകൂടെ ഉള്ളൂ. അപ്പം എനിക്കൊന്നൊരു 1 മണിക്കൂറോടെ എടുക്കും. 1 മണിക്കൂറിനകത്ത് വെച്ച് ഞാൻ തിരിച്ച് ശ്രീകർക്ക് എത്തും. ഇന്ന് അവിടെ സ്റ്റേ അടിക്കും. അതിനുശേഷം നാളെ ആയിരിക്കും യാക്കറൊക്കെ പോകുന്നത്. ഇന്ന് തിരിച്ചോ ലേക്കിൽ പോയതിൻ്റെ കംപ്ലീറ്റ് ക്ഷീണവും ശരീരവേദനയൊക്കെ ഉണ്ട്. നോക്കട്ടെ, ശ്രീകർക്ക് ചെന്നതിന് ശേഷം അവിടുത്തെ സിറ്റുവേഷനോടെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം. അന്ന് സൂര്യാസ്തമയത്തോടെയാണ് ഞാൻ ശ്രീകർക്ക് എത്തിയത്. തിരിച്ചുവല്ലേക്ക് പോകും വഴി പരിചയപ്പെട്ട നേപ്പാളി പയ്യനെ വീണ്ടും കാണാനിടയായി. അങ്ങനെ ആ പയ്യൻ ജോലി ചെയ്യുന്ന ഗസ്റ്റ് ഹൗസിൽ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു.